ഭീകരതയുടെ രാഷ്ട്രീയം, അപരവൽക്കരിക്കപ്പെടുന്ന നാടുകളും മനുഷ്യരും എന്ന വിഷയത്തിൽ സോളിഡാരിറ്റി കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുഹറം സൗഹൃദ ഇഫ്താറും ടേബിൾ ടോക്കും ശ്രദ്ധേയമായി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി ജൂലൈ 12-ന് എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായി നടന്ന ടേബിൾ ടോക്ക് സംസ്ഥാന സെക്രട്ടറി അനീഷ് മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അർഷദ് പി അഷറഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ കൗണ്ടറിംഗ് ടെറർ നരേറ്റീവ്സ്, ഭീകരവിരുദ്ധ യുദ്ധവും മുസ്ലിം അപരവൽക്കരണവും ഒരാമുഖം എന്ന പുസ്തകം പ്രകാശനം നടത്തി. എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ റാസിഖ് റഹീം വിഷയാവതരണം നടത്തി സംസാരിച്ചു. മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ രംഗത്തെ പ്രമുഖർ ടേബിൾ ടോക്കിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സൽ സുലൈമാൻ സ്വാഗതവും എക്സ്പാൻഷൻ സെക്രട്ടറി കെ എ സമീർ സമാപനവും നിർവഹിച്ചു. ഏറ്റവും വലിയ വംശീയവാദിയായ ഒരു ഭരണകർത്താവിൻ്റെ നീതി നിഷേധത്തിനെതിരെ നിന്നുകൊണ്ട് ജനത പോരാടുകയും അവർ വിമോചനം കൈവരിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കലായിക്കൊണ്ട് ഒരു നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അതായത് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയും എന്നതിനെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മുഹറം 10-ലെ വ്രതാനുഷ്ഠാനം എന്നുള്ളത്. ആ ദിവസത്തിൽ തന്നെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വൈബ്രൻ്റായ ഒരു പ്രദേശത്ത് ഭീകരതയുടെ രാഷ്ട്രീയം, അപരവൽക്കരിക്കപ്പെടുന്ന നാടുകളും മനുഷ്യരും എന്ന തലക്കെട്ടിൽ ഇത്തരമൊരു ടേബിൾ ടോക്ക് സംഘടിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റിൽ യോജിച്ചു വരുന്നതായി എനിക്ക് അനുഭവപ്പെടുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള യുവതലമുറ എങ്ങനെയാണ് തകർത്തെറിയുന്നത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സാമ്രാജ്യത്തെ മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല എന്ന് അവിടുത്തെ ജനത ഓരോ ദിവസവും വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ വലിയൊരു മാറ്റം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഇതിനൊക്കെ കാരണമായി തീർന്നിട്ടുള്ള ഒക്ടോബർ 7-ലെ ഗസയുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകരുത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ലോകത്തുണ്ടായ പലതരത്തിലുള്ള നീക്കങ്ങൾ, മാധ്യമ മേഖലയിൽ സമാന്തര മാധ്യമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വഴി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴിയാണ് ഇത്തരത്തിൽ സാമ്രാജ്യത്വം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും യാഥാർത്ഥ്യബോധത്തോടുകൂടി, യാഥാർത്ഥ്യ വസ്തുതയോടുകൂടി അതിൽ നിന്നും മാറി നിൽക്കാൻ ലോകജനങ്ങൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട ബിന്ദുവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2001-ലെ വേൾഡ് ട്രേഡ് സെന്റർ സ്ഫോടനത്തിന് ശേഷം ആഗോളവ്യാപകമായി അമേരിക്ക പ്രഖ്യാപിച്ച ഒരു യുദ്ധമായിരുന്നു വാർ ഓൺ ടെറർ എന്ന് പറയുന്നത്. വാർ ഓൺ ടെറർ പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളോടും വാർ ഓൺ ടെററിൻ്റെ ഭാഗമായി ചില നടപടിക്രമങ്ങൾ എടുക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ആ നടപടിയുടെ തുടർച്ചയായി ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളെല്ലാം തന്നെ അവരുടേതായ യുദ്ധപ്രഖ്യാപനങ്ങൾ ഓരോ രാജ്യത്തും നടത്തുകയുണ്ടായി. 2001 സെപ്റ്റംബർ 11-ന് ശേഷം അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന താലിബാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കി. തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ ലോകരാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഇറാഖ്, അതുപോലെ പല രാജ്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇറാനിൽ വരെ എത്തി നിൽക്കുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്തെ ഇടപെടലുകൾ നമ്മൾ കാണുന്നുണ്ടായി. അതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയേറ്റ ചില സംഭവങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി ലോകമെമ്പാടും അമേരിക്ക അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പം അടുത്ത് നിക്കോളാസ് മദുറോ എന്ന് പറയുന്ന വെനിസ്വേലയുടെ പ്രസിഡന്റിനെ ഒരു രാത്രി ബലമായി പിടിച്ചു കൊണ്ടുപോയി അമേരിക്കയുടെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അമേരിക്ക ലോകത്തെ ഏക ശക്തിയായി മാറുന്നതിനുള്ള അവരുടെ അജണ്ടയുടെ ഭാഗമായി നമുക്കറിയാം. വാർ ഓൺ ടെറർ, ടിൻഡോ ടവറിൻ്റെ ആക്രമണം എന്ന് പറയുന്നത്
നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഇപ്പോഴും അതിന് പിന്നിൽ ആരായിരുന്നു തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിനെതിരായ ഒരു യുദ്ധപ്രഖ്യാപനം എന്ന നിലയ്ക്കാണ് അമേരിക്ക വാറണ്ടർ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ ട്രെയിനിൽ പെരുന്നാൾ ദിവസം യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഹിന്ദുത്വ പരിവാറുകളുടെ താല്പര്യത്തിന് വേണ്ടി വഴങ്ങാത്ത ആളുകളെ കൊന്നുകളയുന്ന അനുഭവങ്ങൾ പോലെ രാജ്യത്ത് അനുദിനം അത്തരം വേട്ടയാടുകൾ സജീവമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ വാർത്തയായ സംഭവങ്ങളാണ്. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒരനുഭവം അദ്ദേഹത്തിന് ഉമ്മ പങ്കുവയ്ക്കുകയുണ്ടായി. ജാർഖണ്ഡിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, അവൻ്റെ പേര് അംജദ് എന്നാണ്, അംജദ് അബൂബക്കർ. അവന് എയിംസിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 1 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡ് വാങ്ങുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന അവിടെ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ആ വിദ്യാർത്ഥിക്ക് അവൻ്റെ പേര് അംജദ് അബൂബക്കർ എന്ന പേരിൽ ജോലി ചെയ്യാൻ കഴിയാത്തത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ സ്ഥാപനത്തിലാണ്. അവൻ്റെ പേര് അവസാനം അംജദ് എന്നതിൽ അവൻ ചുരുക്കുകയാണ്. ഇവനൊരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ പേഷ്യൻസ് ഇയാളെ കാണാൻ കൂട്ടാക്കാത്ത അനുഭവമാണ്. അതിനുശേഷം ഒരു രോഗി മരണപ്പെട്ടതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടേണ്ടി വരികയും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുന്നതിലേക്ക് എത്തുകയും ചെയ്ത ഒരനുഭവം ആ കുട്ടിയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുകയുണ്ടായി. കളമശ്ശേരി സ്ഫോടനം നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിൽ മാർട്ടിൻ എന്നയാൾ കുറ്റമേറ്റില്ലായിരുന്നുവെങ്കിൽ ആ കേസിൽ പ്രതിയാക്കപ്പെടാൻ വേണ്ടി അവിടെ നിർമ്മിച്ചെടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അൻസാറും നിസാമും ഒക്കെ ആയിരുന്നു. മാർട്ടിൻ ഈ സംഭവം നടന്ന ഉടനെ പോലീസ് എത്തി പിടിച്ചുകൊണ്ടുപോയത് നിസാമിനെയാണ്. പോലീസ് എത്തി പിടിച്ചുകൊണ്ടുപോയത് സത്താറിനെയാണ്, അബ്ദുൽ സത്താറിനെയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി അവരെ ഇരുത്തി ചോദ്യം ചെയ്യലിന്റെ പ്രക്രിയ നടത്തുമ്പോഴാണ് മാർട്ടിൻ സ്വയം അവിടെ ആ കേസ് ഏറ്റെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് നിരന്തരമായ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചില പ്രദേശങ്ങൾ വേട്ടയാടുന്നത്. നമ്മുടെ രാജ്യത്ത് അഹ്സൻഗഡ്, UP-യിലെ അഹ്സൻഗഡ് നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ അഹ്സൻഗഡാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. അതായത് 17 വർഷം നിരന്തരമായ വേട്ടയാടലുകൾക്ക് വിധേയമായിട്ട് അവസാനം ഇന്ന് വിധി വരും, നാളെ വിധി വരുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുകളെ എത്തിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ ഇടപെടൽ ഇന്നലെ വന്നിരിക്കുകയാണ്. എൻ്റെ കോടതി അനുഭവങ്ങളിൽ ഏറ്റവും സങ്കടകരമായ അനുഭവം എന്നതിലാണ് റഹ്മാൻ വിക്കൂർ അതിന് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ആ കേസ് വീണ്ടും വിചാരണ ചെയ്യപ്പെടണമെന്നും മറ്റൊരു കോടതിയിൽ അതിൻ്റെ നടപടി ആരംഭിക്കണമെന്നുമാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഭീകരവാദത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിൽ മക്കളുടെ പേരിൽ അറിയപ്പെടുന്നവർ ഇത്തരം പല കാര്യങ്ങളിലും സംസാരിക്കുന്നത്. അഹമ്മദാബാദിൽ നടന്ന ഒരു വലിയ സ്ഫോടനം, 64 പേർ കൊല്ലപ്പെട്ട, നൂറുകണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റിയ ഒരു വലിയ സ്ഫോടനം. ആ സ്ഫോടനം നടന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ റാഞ്ചിയിലെ ശങ്കരാചാര്യ ഒരു പ്രസ്താവന വന്നത് ഞാൻ ഓർക്കുന്നത്. ഇത് ചെയ്തത് വേറെ ചിലരാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സൂറത്തിൽ നിന്ന് പൊട്ടാതെ കിട്ടിയ ബോംബുകളും അഹമ്മദാബാദിൽ പൊട്ടിയ ബോംബുകൾ, ആ പൊട്ടാത്തതും ഈ പൊട്ടിയതുമൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട ചില ആളുകളുടെ സംഭാവനയാണെന്ന് അദ്ദേഹം വളരെ പറയുകയുണ്ടായി. ഹിന്ദുത്വ ശക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഏതായാലും അതാണ് സംഭവം. അതിൻ്റെ ആ സ്ഫോടനത്തിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് എൻ്റെ മക്കളുടെ മുഖം. അവർ കണ്ടിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഗുജറാത്തിലെ ഒരൈൽ എന്നൊരു സ്ഥലം. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ പേര്. അവിടെ വെച്ചാണ് ഇന്ത്യയിലെ ഏതാണ്ട് 18 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയതെന്നാണ് ചാർജിച്ചിട്ടുള്ളത്. ഈ 18 സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ, ഇത്രയും ചെറുപ്പക്കാർ അവിടെ എത്തിയിട്ടും അത് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത്
എത്തിക്കഴിഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത് എന്നുള്ള ആ ഒരു മറുവശം ഒരു ചോദ്യങ്ങളോട് അവശേഷിക്കുന്നു. ഏതായാലുമായിട്ട് ആ കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടു. വധശിക്ഷയാണ് വിധിച്ചത് നിങ്ങൾക്കറിയാം. ആ ശിക്ഷാവിധിയുടെ അപ്പീൽ കൊടുത്തിരുന്നു. അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സാഹചര്യം ആ രീതിയിൽ പോകുന്നു. അതോടൊപ്പം മറ്റൊരു കേസ് ഇവരെ പിടിച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് അഹമ്മദാബാദ് സ്ഫോടനം ഉണ്ടായതും ആ സ്ഫോടനത്തിൽ പ്രതിയാക്കി ജയിലിൽ കിടക്കുന്നതുണ്ടായ സ്ഫോടനമായി. പിടിച്ചത് സിമിയുടെ പേരിൽ യുവാക്കൂടി എന്ന പേരിൽ ഇവർ5-6 പേരെ ഒരുമിച്ച് പിടിക്കുകയാണ് ചെയ്തത്. അവരവരുടെ റൂമിൽ, എൻ്റെ മകൻ്റെ റൂമിൽ താമസിക്കുക, അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു 6-7 പേര്. അവരെ പിടിച്ചുകൊണ്ട് പോയി. ആ പിടിച്ച കേസ് സിമിയുടെ പേരിൽ യോഗം കൂടി അതിന് ഇതെല്ലാം കുറേ സാധനം പിടിച്ചെടുത്ത കാര്യമൊക്കെ പറയുന്നത്. ആ ഒരു കേസിൻ്റെ പേരിലും അവർക്ക് ജീവപര്യന്തം ശിക്ഷ ഇൻഡോർ ഹൈക്കോടതി, മധ്യപ്രദേശിലെ ഇൻഡോർ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ മാനസികമായി പ്രശ്നങ്ങളൊന്നുമില്ല. അവർ സ്റ്റഡിയാണ് മാനസികമായി. ആ ഒരു തവക്കുല് അവരെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ട്. കൂട്ടത്തിലുള്ള ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഷിബിലിക്കും ചാടലിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അവർ നല്ല നിലയിൽ തന്നെ കാര്യം കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങോട്ടാണ് ആശ്വസിപ്പിക്കുക. ഞങ്ങൾ അതുകൊണ്ടല്ല